അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ദുരഭിമാനത്തിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ നേതൃത്വം കുടുംബനാഥനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിക്ഷിപ്തമാക്കിയതാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അവസാന വാക്ക് ആ കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ പുരുഷനായിരിക്കും. എന്നാൽ ചില കുടുംബങ്ങളിൽ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് തന്നെ കുടുംബനാഥനുള്ളതോടുകൂടി തന്നെ ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ആ വീട്ടിലെ ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ മരുമകളായിരിക്കും, ചില ഭാഗത്ത് പെൺകുട്ടികളായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ ആ കുടുംബനാഥൻ വെറുമൊരു ആണായി ഇങ്ങനെ കുടുംബത്തിൽ നിൽക്കുന്നതല്ലാതെ അഭിമാനം ശതപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇനി മക്കളായിരുന്നാലും ചിലപ്പോൾ ഉപ്പയോട് ചോദിക്കാതെ അന്വേഷിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാളെ അപമാനിതനായി തീരുകയാണ്. ഒരു നിലക്ക് അതൊരു പീഡനം ആയി മാറുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ആ കുടുംബത്തിൽ, അതുപോലെ തന്നെ നാട്ടിലൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനവും ആദരവും അഭിമാനവും ഇസ്സത്തും ലഭിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മക്കളാവുമ്പോൾ അല്പം മുതിർന്നു കഴിഞ്ഞാൽ, ബാപ്പ കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഒരു കാര്യവും ബാപ്പയോട് അന്വേഷിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവർക്ക് പ്രയാസമുണ്ടാകുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭാര്യ തന്നെ ഭർത്താവിനോട്, ആ വീട്ടിൽ കുടുംബനാഥൻ ഭർത്താവിനോട് ഒന്നും ചോദിക്കാതെ അവൾ തന്നെ മക്കളോട് അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഭർത്താവ് വെറും ഒരു നാട്ടക്കുറ്റി മാത്രമായി ആ വീട്ടിൽ കഴിയേണ്ട അവസ്ഥ. ഇതും വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം ചെയ്യേണ്ടത്, അത്തരം ആളുകൾ ചെയ്യേണ്ടത്, അൽ ഫത്താഹുൽ ബാരി ഉൽ ഗനിയുൽ അലീമുൽ ഹാദി. ഫത്താഹ് അൽ ബാരി അൽ ഗനിയ് അൽ അലീം അൽ ഹാദി എന്ന ദിക്ർ 3 പ്രാവശ്യം പേപ്പറിൽ എഴുതി, എന്നിട്ട് യാ ഫത്താഹു യാ ബാരി യാ ഗനി യാ അലീം യാ ഹാദി എന്ന 58 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും അതിൽ മന്ത്രിച്ച് ധരിക്കുക. സുബഹിക്ക് ശേഷം യാ ഫത്താഹു യാ ബാരി യാ ഗനി യാ അലീം യാ ഹാദി എന്ന് 58 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലൽ പതിവാക്കുകയും ചെയ്താൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയും കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലും മറ്റുള്ളവരുടെ ഇടയിലും എല്ലാം നമുക്ക് പരസ്പരം സ്നേഹവും ആദരവും അതുപോലെ തന്നെ ഇസ്സത്തും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.